നാം ഇന്ന് പഠിക്കുന്നത് ആയത്തിൻ്റെ അവസാനിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആയത്തിൻ്റെ അവസാനത്തിൽ ദിത്വം കണ്ടാൽ നാം എങ്ങനെ വായിക്കും? ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പം ആയത്തിൻ്റെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വാചകം അവിടെ പൂർത്തീകരിച്ചു എന്നതിൻ്റെ സൂചനയാണ് ഈ വലിയ 0 കാണുന്നത്. ആ ഒരു വലിയ വിഷയം അവിടെ വച്ച് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്. ആയത്തിൻ്റെ അവസാനം ഖുർആൻ്റെ ഓരോ വലിയ വരികളുടെയും അവസാനത്തിൽ ഇങ്ങനെ വലിയ 0 കാണുന്നത് ഒരു വാചകം, ഒരു സെൻറ്റൻസ് അവിടെ പറഞ്ഞു തീർന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ്. അപ്പം നാം പഠിക്കുന്നത് നസ്വീറൻ എന്നാണ് എഴുതിയേക്കുന്നത്. നസ്വീറൻ നാം ഇങ്ങനെ ഉള്ളപ്പം കണ്ടാൽ എങ്ങനെ ഇത് വായിക്കും? നാം വായിക്കേണ്ടത് നസ്വീറ. എഴുതിയേക്കുന്ന റന്നും പറയേണ്ടത് റാന്നുമാണ്. കണ്ടോ? നസ്വീറ എഴുതിയേക്കുന്നത് നസ്വീറൻ, പറയേണ്ടത് നസ്വീറ. അടുത്തത് ബസ്വീറ. നസ്വീറ. ബസ്വീറ. അടുത്തത് ഗറൂറ. എഴുതിയേക്കുന്ന ഗറൂറൻ, പറയേണ്ടത് ഗറൂറ. അടുത്തത് എഴുതിയേക്കുന്ന മുനീറൻ, പറയേണ്ടത് മുനീറ. ഗറൂറ, മുനീറ. അടുത്തത് അസീസ. എഴുതിയേക്കുന്ന അസീസൻ, പറയേണ്ടത് അസീസ. വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തിൽ ദിത്വം ഫത്ഹ് തൻമീൻ വന്നാൽ ഇങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അസീസ. തത്ഹീറ. വെറും തത്ത് എന്ന് പറയരുത്. ആദ്യത്തെ വെറും താവും രണ്ടാമത്തെ ത്വാവും വാ നിറച്ച് ഫുൾ വോളിയം, ഫുൾ ശബ്ദം കയറ്റി പറയണം. തത്ഹീറ. അസീസ. തത്ഹീറ. അടുത്തത് അലീമ. നസ്വീറ. ബസ്വീറ. ഗറൂറ. മുനീറ. അസീസ. തത്ഹീറ. അലീമ. നസ്വീറ. ബസ്വീറ. ഗറൂറ. മുനീറ. അസീസ. തത്ഹീറ.
അലീമ അലീമ